ഒട്ടാകെ ഇന്ന് പടർന്നു പന്തലിച്ച് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഏതാണ്ട് 40ഓളം നിയോജക മണ്ഡലങ്ങളിൽ 2020 പ്രവർത്തനം സജീവമായി കഴിഞ്ഞ അവസരത്തിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 60 പഞ്ചായത്തുകൾ എന്ന പ്രസ്ഥാനം കിഴക്കമ്പലം എന്ന ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് അതിന് സമീപ പഞ്ചായത്തുകളായ 4 പഞ്ചായത്തുകളിൽ ഭരണം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുമ്പോ കേരളത്തിൽ ഇന്ന് 941 പഞ്ചായത്തുകളുണ്ട്. ഈ 941 പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് പ്രവർത്തനമാണ് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളം ഇന്ന് ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയിൽ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നമുക്കറിയാൻ കഴിയും അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ അടിസ്ഥാനപരമായ മുദ്രാവാക്യം തന്നെ അഴിമതിയില്ലാതെ ഒരു നാട് ഭരിക്കപ്പെടുമ്പോൾ ആ നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാകുന്നു. അഴിമതി വിരുദ്ധമായി ഭരിക്കുമ്പോ ആ നാടിന് മാറ്റമുണ്ടാകുന്നു. ജനങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടം ഉണ്ടാകുന്നു. ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ടാക്സും കൃത്യമായി നിങ്ങൾക്ക് തന്നെ വിനിയോഗിക്കാൻ അവിടെ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിൽ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ആ നാടിന്റെ വികസനം അടിസ്ഥാനപരമായി ആ നാട് പുരോഗമിക്കുന്നു എന്ന്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുഴിയില്ലാത്ത റോഡ്, പ്ലാൻ ചെയ്ത റോഡ്, ഇവിടെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന അവന്റെ അവകാശമായി നിലനിൽക്കുമ്പോ നിങ്ങൾ എത്ര രൂപ ഒരു വണ്ടി മേടിക്കുമ്പോ, ഒരു വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കുമ്പോ, നിങ്ങളുടെ വീടുകളിലേക്ക് സാധനം വാങ്ങുമ്പോ എത്ര രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് നിങ്ങൾ അടയ്ക്കുന്നുണ്ട്. എന്നാൽ 2020 ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഈ ടാക്സ് മുഴുവൻ മേടിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു മിഷണറി എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള റോഡുകൾ, ജനങ്ങൾക്ക് വണ്ടി ഓടിക്കുവാനുള്ള ഗതാഗത യോഗ്യമായ റോഡുകൾ എന്തുകൊണ്ട് സ്ഥാപിക്കുന്നില്ല? ഇവിടെയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും 2020 തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഈ 10 വർഷം കൊണ്ട് 544 റോഡുകൾ, വലുതും ചെറുതുമായ റോഡുകൾ BMBC നിലവാരത്തിൽ ടാർ ചെയ്തുകൊണ്ട് 25 വർഷം ഗ്യാരന്റിയോടുകൂടി ഒരു കുഴി പോലും ഇല്ലാത്ത റോഡുകൾ ഇന്ന് കിഴക്കമ്പലത്ത് നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്? ഓരോ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോ ആ വികസന പരിപാടികളിൽ നിന്ന്, വികസന പദ്ധതികളിൽ നിന്ന് അവരെല്ലാം കൊള്ളയടിച്ച തുക മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഏത് വികസന പ്രവർത്തനങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കുക, ആ വികസന പ്രവർത്തനങ്ങൾ റോഡ് പണിതാൽ ഏറ്റവും കൂടിയാൽ 3 മാസത്തിൽ കൂടുതൽ റോഡ് കിടക്കയില്ല. ആ റോഡിൽ അന്ന് കുണ്ടും കുഴിയും വീണ്ടും രൂപപ്പെടും. അങ്ങനെ എല്ലാ വർഷവും ഒരു വർഷത്തിൽ 4 പ്രാവശ്യം ആ കുഴിയടയ്ക്കുവാനും ആ റോഡിന്റെ പ്രവർത്തനം വീണ്ടും വീണ്ടും ചെയ്യുവാനുമുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളെ കൊള്ളയടിക്കുന്ന ആ കൊള്ള സംഘത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് 2020 മുന്നേറുമ്പോ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ടാർ ചെയ്തുകൊണ്ട് 25 വർഷം ഗ്യാരന്റിയോടുകൂടി മുന്നേറുമ്പോ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അത് പ്രയോജനപ്പെടുന്നു. തന്നെയല്ല, ആ റോഡുകളെല്ലാം വീതി കൂട്ടി അവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോ അനേകം ഗോഡൌണുകൾ അവിടെ വന്നു, അനേകം വാസസ്ഥലങ്ങൾ വന്നു. നിങ്ങൾക്കറിയണോ, കേരളത്തിൽ 2020 ഭരിക്കുന്ന പഞ്ചായത്തിൽ 6500 പുതിയ വീടുകൾ അവിടെ വന്നു. എന്തുകൊണ്ടാണ് അവിടെ വരുന്നത്? 2020 ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ സമാധാനമുണ്ട്, ആ പഞ്ചായത്തിൽ ഐശ്വര്യമുണ്ട്, ആ പഞ്ചായത്തിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങൾ അതിനേക്കാൾ വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല, കേരളത്തിലുള്ള ഏത് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് 6500 പുതിയ വീടുകൾ. കേരളത്തിന്റെ എല്ലാ സംസ്ഥാനത്തു നിന്നും ആളുകൾ 2020 ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് വരികയാണ് താമസിക്കാൻ. അവിടെ 3 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം, അവിടെ ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ 1000 രൂപ പെൻഷൻ കൊടുക്കുന്ന
കിടക്കുന്നുണ്ട്. 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ 2015 ഞങ്ങൾ അധികാരത്തിലേറുമ്പോ 280 വീടുകൾ ടർപ്പായി വലിച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, ഇവിടെ കിഴക്കമ്പലം എന്ന പഞ്ചായത്തിലും ഐക്കനാട് എന്ന പഞ്ചായത്തിലും ഒറ്റ വീടുകൾ പോലും ഇന്ന് ടർപ്പായി വലിച്ചിട്ട് കിടക്കുന്നില്ല. ഇന്ന് കിടക്കാൻ കിടപ്പാടമില്ലാത്തവരായിട്ടില്ല. വീടിന്റെ മെയിൻ്റനൻസ് നടത്തി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 4 ലക്ഷം വീടുകൾ ടർപ്പായി വലിച്ചിട്ട് കിടക്കുന്നുണ്ട്. എന്തി അവിടെ ഒരു മാറ്റം വരാത്തത്? എവിടെയായി അവിടെ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മാറ്റം വരുത്തുന്നില്ല? ഈ വീടുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. ഇവര് കൊടുക്കുകയില്ല. കാരണം എന്താ? ഇന്ന് ജീവനുള്ള കാലത്തോളം, ഇവർ ഈ നാട്ടിൽ നിലനിൽക്കുന്ന കാലത്തോളം ഇവരുടെ അടിമകളായി പാവപ്പെട്ട ജനങ്ങളെ വച്ചുകൊണ്ടിരിക്കാൻ ഇവർ വിവിധ മാർഗങ്ങൾ, ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആളുകളെ ഇന്നും ദാരിദ്ര്യത്തിന്റെ അടിക്കുഴിയിലേക്ക് അവർ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയെടുക്കണം നമുക്ക്. നമ്മുടെ സഹോദരങ്ങളാണ് അവർ. ആ സഹോദരങ്ങളെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. അവർക്ക് വീടുകൾ വെച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് കിഴക്കമ്പലത്ത് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ അറിയാം കുടിവെള്ളം എത്രമാത്രം സുലഭമായ ഓരോ വീടുകളിലും എത്തിക്കുന്നുവെന്ന്. ഈ പഞ്ചായത്തിന്റെ അതിർത്തികളിലേക്ക് നിങ്ങളൊന്ന് ചെല്ല്. ഇത്രയും വർഷം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഇടതും വലതും മാറി മാറി ഭരിച്ചില്ലേ? അവരുടെ മുന്നണികൾ ഭരിച്ചില്ലേ? ആ മുന്നണികൾ നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ 10 വർഷം ഭരിച്ച് കിഴക്കമ്പലത്തേക്ക് ചെല്ലുമ്പോ, ഞങ്ങൾ 2015 കിഴക്കമ്പലത്ത് ചെല്ലുമ്പോ കണ്ട ഒരു ദയനീയ കാഴ്ചയുണ്ട്. അത് അവിടെയുള്ള 45 വീടുകൾ താമസിക്കുന്ന കോളനികൾ ഉണ്ടായിരുന്നു. ആ കോളനിയിൽ അവിടെ ഒരു പൊതു ടാപ്പ് മാത്രം, ആ ഒരു പൊതു ടാപ്പിൽ 1 മണിക്കൂർ മാത്രം വെള്ളം വരുന്ന സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾ കിഴക്കമ്പലത്തേക്കൊന്ന് ചെന്ന് നോക്ക്, 2020 ഭരിക്കുന്ന പഞ്ചായത്തിലൊന്ന് ചെന്ന് നോക്ക്. അവിടെ 38 ടാങ്കുകൾ പുതിയതായിട്ട് ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ 6800 വീടുകളിൽ ഞങ്ങൾ കണക്ഷൻ കൊടുത്തു. അത് 7400 വീടുകൾ പൂർത്തീകരിച്ചു. ഞങ്ങൾക്കറിയാം, വെള്ളത്തിന്റെ ദൗർലഭ്യമുള്ളപ്പോ വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ഈ കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു മിനിറ്റ് പോലും ഇന്ന് നഷ്ടപ്പെടുത്താനില്ലാത്ത കാലഘട്ടത്തിൽ വീടുകളിൽ ജലമില്ലെങ്കിലുള്ള അവസ്ഥ ഇന്ന് ഇറങ്ങിയാൽ ഈ ചേരാനല്ലൂർ പഞ്ചായത്ത് മുഴുവൻ വീടുകളിലും ആവശ്യത്തിനുള്ള ശുദ്ധജലം എത്തിക്കും ഞങ്ങൾ. അതിനൊരു സംശയമില്ല. ഈ ചേരാനല്ലൂർ പഞ്ചായത്തിൽ ഇവിടെ ടർപ്പായി വലിച്ചു കെട്ടി കിടക്കുന്ന വീടുകളുണ്ടെങ്കിൽ, ചോർന്നടിക്കുന്ന വീടുകളുണ്ടെങ്കിൽ, കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന വീടുകളുണ്ടെങ്കിൽ ആ വീടുകൾ മുഴുവൻ ഞങ്ങൾ നവീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് കിഴക്കമ്പലത്ത് വാട്സോൺ വില്ലസ് ഉണ്ടാക്കി. വാട്സോൺ വില്ല എന്ന് നിങ്ങൾക്കറിയാം, പഴയ കാലത്തെ കോളനികളായിരുന്നു. ഒരു വീട് മറ്റൊരു വീടിന് ഒരു മതില് മാത്രം ഉണ്ടായിരുന്നു. ആ മതില് ഒരു ഭിത്തി, ആ ഭിത്തിക്ക് അപ്പുറം ഇപ്പുറം ഓരോ വീടുകൾ. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. എന്നാൽ ഇന്ന് നിങ്ങൾ കിഴക്കമ്പലത്തേക്ക് ചെന്ന് നോക്ക്, വാട്സോൺ വില്ലകളാണ്. ആ ഓരോ വീടിനും ഓരോ വീടുകളാക്കി, ഓരോ കെട്ടിടങ്ങളാക്കി, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അവിടെ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ കൈപിടിച്ചുയർത്തി. അവർക്ക് ഇന്ന് സമാധാനമുണ്ട്, അവർക്ക് ഇന്ന് സന്തോഷമുണ്ട്, അവർക്ക് ഇന്ന് ആനന്ദമുണ്ട്. ഇന്ന് അവർക്കൊരു കിടപ്പാടം കിട്ടിയിരിക്കുന്നു. ആ കിടപ്പാടം അവർക്ക് സന്തോഷത്തോടെ 2020 നൽകിയപ്പോ, ആ വീട്ടിലേക്കുള്ള വഴികൾ നൽകിയപ്പോ, അവരുടെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഗ്രൗണ്ട് നൽകിയപ്പോ, ആ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചപ്പോ 2020 ആത്മാഭിമാനത്തോടെ അതിൽ പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ പ്രസ്ഥാനം ഇവിടെയുള്ള പാവപ്പെട്ടവന്റെ കൈപിടിച്ചുയർത്തി പാവപ്പെട്ടവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവന് വീടും സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ ഇന്ന് 2020 എന്ന പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നു. അതാണ് കേരള സംസ്ഥാനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ അങ്കലാപ്പില. കാരണം 2020 ഇവിടെയുള്ള 2020 പ്രവർത്തകരോട് ചോദിക്ക്, നിങ്ങൾ കടന്നു പോകുമ്പോ ഓരോ വീടുകളിലും ചെല്ലുമ്പോ 95% വീടുകളും നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. 95% ആളുകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കുന്നത്? അവർ മടുത്തു, ജീവിതം മടുത്തു. ജീവിതം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചൂഷണം
അടിമത്തിൽ നിന്നൊരു മോചനം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2020 മാത്രമാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. 2020 മാത്രമാണ് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. 2020 മാത്രമാണ് ഒരു പ്രദേശത്തിൽ അടിസ്ഥാന വികസനം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2020 അധികാരത്തിലെത്താൻ 2020 മത്സരിക്കുമ്പോ ഇനി നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ കുറവാണ്. കിഴക്കമ്പലത്ത് 2020 ചെയ്ത കിലോമീറ്റർ ഞങ്ങൾ 2 തോടുകളുടെയും സൈഡുകൾ കരിങ്കല്ല് വെച്ച് കെട്ടി. ആ തോടുകളിലെ ചെടികൾ ഞങ്ങൾ ചെയ്ത് മാറ്റി. അത് 2 പ്രാവശ്യം. ഇന്ന് എത്ര വെള്ളപ്പൊക്കം വന്നാലും കിഴക്കമ്പലത്ത് ബാധിക്കില്ല. ഒരു കുടുംബത്തിന് വെള്ളം കയറില്ല. കാരണം വെള്ളം വന്നാൽ നീരൊഴുക്ക് സുഗമമാക്കിക്കൊണ്ട് വെയ്യുന്ന വെള്ളം, കടന്നു വരുന്ന വെള്ളം അപ്പാടെ ഒഴുകി പുറത്തു പോകും. ഇത് ചെയ്യാൻ ആർജവത്വമുള്ള, ചെയ്യുവാൻ തയ്യാറുള്ള, അഴിമതിയില്ലാത്ത, ജനങ്ങളെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന ഒരു ഭരണം ഇവിടെ കൊണ്ടുവരണം. അഴിമതിയില്ലാത്ത ഭരണം 2020 കാഴ്ചവെക്കുമ്പോ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ചെയ്തിട്ടുണ്ട്. കാർഷിക മേഖല അടിമുടി അതിന്റെ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ഞങ്ങൾ മാറ്റി. കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന കാലത്ത് 2020 ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണോ? അവർക്ക് എല്ലാവിധ വിളകളും ചെയ്യുവാൻ ഈ തോടിന്റെ സംവിധാനം ചെയ്തുകൊണ്ട് എല്ലാ കൃഷിയും അവർക്ക് ഇറക്കാം. ആ കൃഷികൾക്ക് മുഴുവൻ സബ്സിഡി നൽകുന്നു, അവരെ സഹായിക്കുന്നു. എല്ലാ തൊഴിൽ മേഖലയിലും ഞങ്ങൾ അവരെ സഹായിക്കുന്നു. 2020 സഹായിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് 1000 ഏക്കറോളം കാട് കയറി കിടന്ന സ്ഥലം ഇന്ന് കിഴക്കമ്പലത്ത് കൃഷി ചെയ്യുകയാണ്. അവിടുത്തെ കർഷകർ ഇന്ന് സന്തോഷം അനുഭവിക്കുക. തന്നെയല്ല, അവിടെയുള്ള ആളുകൾക്ക് വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ നൽകുക. നിങ്ങൾക്ക് എന്ത് ആനുകൂല്യമാണ് വേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വരുമാനം കൊണ്ടുവരുവാനുള്ള മാർഗം എന്താ വേണ്ടത്? അതാണ് ചോദിച്ച് 2020 പ്രവർത്തനം ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഴി ഫാം നടത്തണോ, ആട് ഫാം നടത്തണോ, പശു ഫാം നടത്തണോ? നിങ്ങൾ പറ, നിങ്ങൾക്ക് ഫണ്ട് തരാം. ആ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങളുടെ കുടുംബത്തിന് ഒരു വരുമാനം ഉണ്ടാക്ക്. നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം 2020 എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുക. മദ്യത്തിന്റെ ഒഴുക്ക് നിർത്തണം. ഇന്ന് എത്ര മദ്യഷാപ്പുകളുണ്ട്? 1000-ഓളം മദ്യഷാപ്പുകളാണെന്ന് പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷം 800-ഓളം മദ്യഷാപ്പുകൾ ഇന്ന് ആരംഭിച്ചു. ബിവറേജ് ഔട്ട്ലെറ്റുകൾ എത്ര ആരംഭിച്ചു? നിങ്ങൾക്കറിയാം, 300-ഓളം ഔട്ട്ലെറ്റുകൾ പുതുതായി തുടങ്ങി. ഇനി നിങ്ങളുടെ വീടുകളിലേക്ക് മദ്യം വരാൻ തുടങ്ങുക. 50,000 രൂപ കിട്ടിയാൽ നിങ്ങളുടെ വീടുകളിലേക്ക് മദ്യം വരും. നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും മദ്യപാനം കൊണ്ട് നശിക്കും. അതുകൊണ്ട് ഈ ഭരണത്തെ തടയിറക്കണമെങ്കിൽ, ഈ ഭരണത്തിന് നേരെ വാഴെടുക്കണമെങ്കിൽ, ഈ ഭരണത്തിനെതിരെ കൈകൂട്ടി സംസാരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം. ഇനി നിങ്ങൾ വീടിന്റെ അകത്തടച്ചിലിരുന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് കൂടാതെ ഈ കേരള സംസ്ഥാനത്ത് ഇന്ന് ഇവിടെ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടം എത്രയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു 1087 വിദ്യാലയങ്ങളിൽ ഇന്ന് മയക്കുമരുന്നിന്റെ അതിപ്രസരമുണ്ട്. കേരളത്തിൽ 25,000 കോടി രൂപയോളം മയക്കുമരുന്നുകൾ വിറ്റഴിക്കപ്പെടുന്നു എന്ന് എക്സൈസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള കുഞ്ഞുങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോ വരാൻ പോകുന്ന 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ? ഈ നാടിന്റെ വളർന്നു വരുന്ന യുവത്വത്തിന്റെ അവസ്ഥ എന്താ? ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ, ഇവിടെ കൈകെട്ടിരുന്നാൽ, വീടിന്റെ അകത്താളത്തിരുന്നാൽ നാളെ നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ കുഞ്ഞുങ്ങളും നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക. 2020 പ്രസ്ഥാനത്തോട് അണിയേരുക. 2020 പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റുക. ഇത് നിങ്ങളുടെ പ്രസ്ഥാനമാണ്. ഇവിടെയുള്ള കഷ്ടപ്പെടുന്നതിന്റെ, പാവപ്പെട്ടവന്റെ, കണ്ണീരൊഴുക്കുന്നവന്റെ, അവന്റെ ദുഃഖത്തിന് ഒരു പരിഹാരം കാണുവാൻ, ഈ നാടിന് ഒരു മോചനം കൊടുക്കുവാൻ, ഈ നാടിന്റെ പുരോഗതി മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ 2020 പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോ കേരള ചരിത്രം ഇവിടെ മാറ്റം കുറിക്കുകയാണ്. കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങൾ ഇത് ഏറ്റെടുക്കും.
വരികയാണ്. അതുകൊണ്ട് എന്റെ സഹോദരി സഹോദരന്മാരെ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഈ നാട് വേണോ? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം വേണോ? നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം വേണോ? ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടണം. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 2020 എന്തെങ്കിലും അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഡ്രഗ്സ് ഞങ്ങൾ നിർത്തും. ഒരൊറ്റ മനുഷ്യൻ പോലും ഇവിടെ മയക്കുമരുന്ന് വിൽക്കില്ല. ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയും. അതുപോലെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും പറഞ്ഞാൽ തീരില്ല. കാരണം ഇവിടെയുള്ള മലയോര കർഷകരുടെ മേഖല എത്രയോ ആളുകൾ ദിവസം ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. പരിഹാരമില്ലേ? പരിഹാരമുണ്ട്, ചെയ്യില്ല. ഇവിടെ തീരദേശ മേഖല 300 കിലോമീറ്റർ ഉണ്ട്. എല്ലാ വർഷവും വരുമ്പോ അമ്മമാർ നെഞ്ചത്തടിച്ച് കരയുന്നു. എന്തുകൊണ്ടാ? അവരുണ്ടാക്കിയ സ്വപ്നം ഒരു വീട് കടലെടുത്ത് പോകുമ്പോ എങ്ങനെ അതിൽ നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് രക്ഷപ്പെടും? അവർക്ക് എന്താണ് ബാക്കിയുള്ളത്? ഇതിന്റെ സ്വാതന്ത്ര്യം കിട്ടി 79 വർഷമായിട്ടും വരുന്ന നിലവിളികളാണ്. ഇതിന് മാറ്റം വേണ്ടേ? എന്തുകൊണ്ടാണ് ആളുകൾ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വീടിന്റെ അകത്തറങ്ങളിൽ മാത്രമേ ഇരുന്നുകൊണ്ട് സ്വപ്നങ്ങൾ കാണുന്നത്? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങൂ. നിങ്ങൾ നാട്ടിലെ ജനങ്ങളോട് പറയൂ. നിങ്ങൾ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോ ഈ നാട് നമുക്ക് മാറ്റിയെടുക്കാം. ഈ നാടിന് മാറ്റം കൊണ്ടുവരാം. ഈ നാടിന്റെ അടിസ്ഥാനപരമായ പുരോഗതി 2020 ആഗ്രഹിക്കുന്നു. നിങ്ങൾ 2020 എന്ന പ്രസ്ഥാനത്തെ ഈ ചേരാനെല്ലൂർ പഞ്ചായത്ത് ഏൽപ്പിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് വാക്ക് വരിക. 10 വർഷം കൊണ്ട് മനോഹരമാക്കി തരും ഈ പഞ്ചായത്ത്. 10 വർഷം കൊണ്ട് കുടിവെള്ളമില്ലാത്ത ഒറ്റ കുടുംബം പോലും ഇവിടെ ഉണ്ടാവില്ല. 10 വർഷം ഞങ്ങൾ ഭരിച്ചാൽ വെള്ളം കൊണ്ട് മുങ്ങുന്ന ഒറ്റ കുടുംബം പോലും ഈ പഞ്ചായത്തിൽ ഉണ്ടാകില്ല. ഇവിടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു കാര്യം, കേരളത്തിലുള്ള 941 പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഞങ്ങൾ പൊതുവിതരണ മേഖലയിലുള്ള സംവിധാനം കൊണ്ടുവരും. 50% ഈ കേരളത്തിലുള്ള കുടിവെള്ളത്തിനും കിടപ്പാടത്തിനും വിഷമിക്കുന്ന റോഡുകളില്ലാതെ സഞ്ചാര യോഗ്യമില്ലാത്ത റോഡുകൾക്ക് പുനർസൃഷ്ടിക്കപ്പെടുവാൻ 2020 പ്രതിജ്ഞാബദ്ധമാണ്. അതുപോലെ ഈ നാട്ടിലുള്ള ചേരാനെല്ലൂർ പഞ്ചായത്തിലുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഓരോന്നും എടുത്ത് ഞാൻ പ്രതിപാദിക്കുന്നില്ല. എങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം കാണുവാൻ 2020 പ്രവർത്തകർ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോ, നിങ്ങളിലേക്ക് ആ സന്ദേശം എത്തിക്കുമ്പോ, നിങ്ങൾ ധൈര്യമായി ഈ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് 2020 പ്രവർത്തകരോടൊപ്പം മുന്നേറിയാൽ ഈ നാട് നമുക്ക് മനോഹരമാക്കിയെടുക്കാം. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കിയെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകാതെ, മദ്യത്തിന് അടിമപ്പെട്ടു പോകാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാം. ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ആലോചിക്കൂ. അതുകൊണ്ട് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. 2020 എന്ന പ്രസ്ഥാനം ചേരാനെല്ലൂർ പഞ്ചായത്തിൽ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോ ഇവിടെ ഒരു പുതിയ ഉദയം രൂപം ചെയ്തിരിക്കുന്നു. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം വന്നിരിക്കുന്നു. അഴിമതിക്കെതിരെ പടവരുന്ന ഒരു ജനത ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ പഞ്ചായത്തിന്റെ അടിസ്ഥാന പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇവിടെ കൂടിയ മുഴുവൻ ആളുകളെയും അഭിമുഖപ്രബോധന ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമ്മുടെ നാടിന് വേണ്ടി മുന്നേറാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുന്നേറാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി മുന്നേറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് 2020.